ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവിയുടെ നാവ് കൊണ്ട് തന്നെ ബാലൻ സത്യങ്ങൾ അറിയാണ്. ഇന്നലെ ആരും രാത്രി ഇവിടെ ഉണ്ടായിരുന്നില്ലെന്നും ഇന്ന് രാവിലെ വരാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെയുള്ള സത്യങ്ങൾ ദേവിയുടെ വായം തന്നെ അറിയാണ്. അതറിയുന്ന ബാലൻ ആകെ ദേഷ്യം വരുന്നുണ്ടെങ്കിലും ആര്യം വരുമ്പോ സമാധാനത്തോടുകൾ പറയുന്നുണ്ട്, എടാ ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിച്ചടാ വളർത്തിയത്. നിന്റെ എന്തെങ്കിലും ആഗ്രഹം ഞാൻ നടത്തി തരാതിരുന്നിട്ടുണ്ടോ? നിന്നെ ഒരു IAS കാരനാക്കണമെന്ന് എന്റെ ആഗ്രഹം. അതിനനുസരിച്ച് ഞാൻ നിനക്ക് എന്തൊക്കെയാണ് ചെയ്തത്, എന്തുമാത്രം ഞാൻ സ്നേഹിച്ചു എന്നൊക്കെ ഭയങ്കര വികാരമൊക്കെ മുട്ടി ഇങ്ങനെ പറയുമ്പോഴേക്കും ആര്യൻ എടുത്ത വായിക്ക് പറയണ്ട, മിത്രേ എന്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, നീ തിരിച്ചൊരു ചോദ്യം ചോദിക്കേ, സ്നേഹം ഇങ്ങനെയാണോ കാണിക്കണ്ടേന്ന്. രാവിലെ ഒരു 5 മിനിറ്റ് വൈകി എഴുന്നേറ്റ ഒരു ബക്കറ്റ് നിറച്ചും തണുത്ത വെള്ളം എടുത്ത് തലയിൽ വഴി ഒഴിക്കുമായിരുന്നു ഈ അച്ഛൻ. മാത്രല്ല ഒരു 10 രൂപ തരണമെങ്കിൽ പോലും 10 ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. ഇതൊക്കെയാണ് സ്നേഹം എന്ന് ചോദിക്കുമ്പോ ബാലൻ പറയണ്ട, സ്നേഹം എന്ന് പറഞ്ഞതേ ഉള്ളിലുള്ളതാണ്, അത് പുറമെ പ്രകടിപ്പിക്കാൻ പറ്റുമെന്നില്ല. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ പോയി അന്വേഷിക്കണം. അങ്ങനെയൊന്നുമല്ല, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് എന്ന് ആരും വിട്ടുകൊടുക്കാതെ പറയുന്നുണ്ട്. ബാലൻ എടുത്ത് വായിക്ക് പറയണ്ട, ആര്യ ഞാൻ മര്യാദക്ക് പറയണം, ഒരു പ്രശ്നത്തിനും ഞാനില്ല. നാളെ നീ ഫുഡ് ഡെലിവറി എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമുണ്ടല്ലോ, അതങ്ങോട്ട് നിർത്തിയേക്ക്. ഇന്ന് എന്തായാലും വരണ്ട, ഇന്ന് നീ ഇപ്പൊ ഇത്ര വൈകി വന്നില്ലേ, അതുകൊണ്ട് നീ ഇപ്പൊ എന്തായാലും ഇനി കടയിലേക്കൊന്നും വരണ്ട. നാളെ രാവിലെ മുതൽ നീ ഗോമതി സ്റ്റോഴ്സിൽ പഴയ പോലെ വരണം. ഇനി ഗോമതി സ്റ്റോഴ്സിൽ മതി നിന്റെ ജോലി, ഈ ഫുഡ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ വേണ്ടി നീ പോവണ്ട, കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ബാലൻ പോകാൻ പോകുമ്പോഴേക്കും ആര്യം പറയണ്ട, അതെ അച്ഛാ ഞാനേ ഇപ്പൊ അച്ഛൻ പറഞ്ഞിട്ട് ശരിയാണ്, ഭയങ്കര ടയേർഡാണ്, എനിക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ജോലിക്ക് പോണത്, ഇതെന്നെ തുടർന്ന് ജോലിക്ക് പോകും എന്ന് പറയുമ്പോ ബാലൻ പറയണ്ടേ, എടാ ഞാനേ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല ഇത് പറയണത്. ഇവള് മിത്ര, ഈ പെൺകുട്ടിയെ എത്ര നാളടെ എപ്പോഴും വിഷമിച്ചിരിക്കണം. ഇവിടെ മുഖത്തൊരു ചിരി പോലും ഞാൻ കാണുന്നില്ല. നീ കെട്ടിച്ചോണ്ട് വന്നതല്ലേ ഇവളെ വിഷമിപ്പിക്കാനേ നിനക്ക് പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നീ മാന്യ മര്യാദക്ക് ജീവിക്കാൻ, നീ മര്യാദക്ക് ഫുഡ് ഡെലിവറിക്ക് നിന്നിട്ട് ഗോമതി സ്റ്റോഴ്സിൽ വരാൻ വേണ്ടി പറയാണ് ബാലൻ. ആ സമയത്ത് ആര്യം പറയണ്ട, അച്ഛാ ഇവൾ എന്റെ ഭാര്യയല്ലേ, എടി മിത്രേ നീ ഭയങ്കര ചാടിത്തുള്ളി നടക്കുന്നില്ലെന്നാണ് അച്ഛൻ പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യ്, രാവിലെ എഴുതുമ്പോ ചാടിത്തുള്ളി ഇതുവഴിയൊക്കെ നടക്ക്, അതുപോലെ രാത്രി ഉറങ്ങാൻ പോണ മുമ്പ് ചാടിത്തുള്ളി നടക്ക് എന്ന് പറയുമ്പോഴേക്കും ബാലൻ പറയുന്നുണ്ട്, എന്താ നീ എന്നെ കളിയാക്കുവാണോ എന്ന് ചോദിക്കണേ. പ്ലീസ് മംഗളെ ആര്യം ഒന്നും മിണ്ടല്ലേ, നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറയാണ്. അങ്ങനെ ബാലൻ പോകുന്നുണ്ട്, ആര്യന്റെ വഴിക്ക് പോവാണ്. മിത്ര അവസാനം ഒരു തീരുമാനം എടുക്കാണ്, എന്തായാലും ആര്യന്റെ ജോലിക്കാര്യം ഇന്ന് ബാലനോട് സംസാരിച്ചേ പറ്റൂന്ന്. അപ്പൊ മീനാക്ഷി പറയണ്ട്, മിത്രേ അത് വേണോ എന്ന് ചോദിക്കണം. വേറെ വലിയ പ്രശ്നങ്ങളൊക്കെ ആവുമെന്ന് പറയുമ്പോ മിത്ര പറയണ്ടില്ലേ ചേച്ചി, എപ്പോഴും വഴക്കും കാര്യങ്ങളാണ്, ഇങ്ങനെ എത്ര നാള് മുന്നോട്ട് പോകും എപ്പോഴും വഴക്കൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഇന്ന് തുറന്ന് സംസാരിച്ചേ പറ്റൂ. ആര്യൻ ഇഷ്ടപ്പെട്ട ജോലിക്ക് തന്നെ പോട്ടെ, പാവം ഒരു സ്കൂട്ടർ എടുക്കാൻ വേണ്ടിയാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇന്നലെയൊക്കെ ജോലിക്ക് പോയി രാത്രി ഒരു തുള്ളി കണ്ണടയ്ക്കാതെ ഇവിടേക്ക് വന്നത്. അപ്പൊ ദേ അച്ഛൻ അതിന്റെ അപ്പുറം ബഹളം. എന്തായാലും അച്ഛനോട് ഇന്ന് സംസാരിച്ചേ പറ്റൂ എന്നൊക്കെ പറയാണ്. അതിനുശേഷം മീനാക്ഷി പറയണ്ട, ശരി നിനക്ക് അത്രയ്ക്കും സംസാരിക്കണമെന്നാണെങ്കിൽ ഞാനും കൂടെ വരാം എന്ന് മീനാക്ഷി പറയണം. അപ്പൊ അവര് സംസാരിക്കാൻ പോകുന്ന ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് കാണിച്ചത്. അപ്പൊ ഇനി എപ്പൊ എന്തായാലും ആര്യൻ ഈ ജോലിക്ക് തന്നെ പോകും കേട്ടോ, ഈ ഫുഡ് ഡെലിവറിക്കും കാര്യങ്ങൾക്ക് തന്നെ പോകും. പക്ഷെ ആര്യന് വലിയ കുഴപ്പമൊന്നുമില്ല, ഈ ജോലി ആര്യൻ ഹാപ്പിയാണ്. പക്ഷെ ജീവിതം തകരാൻ പോണത് ബാലൻ വിചാരിക്കണേക്കാൾ അപ്പുറമായിട്ട് ജീവിതം തകരാൻ പോണത് ആനന്ദിന്റെയാണ്. അങ്ങനെ ആനന്ദ് തമിഴിൽ ശരിക്കും പറഞ്ഞാൽ ദേവിയുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചല്ലോ. ദേവി പഠിച്ച കോളേജിലേക്ക് എന്ന് പറഞ്ഞു പോകുമ്പോഴേക്കും ദേവി അവിടെ എത്ര പറയണ്ടില്ല, ഞാൻ കോളേജിലൊന്നും പോയിട്ടില്ല, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, ഞാൻ പറഞ്ഞതെല്ലാം നുണയാണെന്ന് പറയുമ്പോ ആനന്ദ് ദേവിനെ അവിടെ ഉപേക്ഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ ആനന്ദ് വീട്ടിലെത്തുമ്പോഴേക്കും ദേവിയും തിരിച്ച് ദേവമംഗലത്ത് എത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് റൂമിൽ പോയിട്ട് ആനന്ദിനെ കാല് പിടിച്ച് പറയണം, ആനന്ദേട്ട പ്ലീസ് സത്യങ്ങളൊന്നും ഇവിടെ ആർക്കും പറയരുത് ആനന്ദേട്ട, എന്നെ എല്ലാവരും വെറുക്കും, എല്ലാവരും എന്നെ അകറ്റും, എനിക്ക് വേറെ എവിടെയും പോകാൻ പറ്റില്ല, ആനന്ദേട്ട എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാണ്. ഞാൻ നിന്നോട് എന്തായാലും ക്ഷമിക്കില്ല, ഞാൻ നിനക്ക് ഒരു കാര്യം വാക്ക് തരാം, ഞാനായിട്ട് എന്തായാലും സത്യങ്ങളൊന്നും ആരോടും പറയാൻ പാടില്ല. പക്ഷെ നീ ഒരു കാര്യം നോക്കിക്കോ, ഞാൻ നിന്നെ ഭാര്യയായിട്ട് ഇനി കാണുമെന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ട എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ദേവി കാൽ പിടിക്കണ്ട, ആനന്ദേട്ട പ്ലീസ് ആനന്ദേട്ട പ്ലീസ് ആനന്ദേട്ട എന്ന് പറയുമ്പോ, ഇല്ല ദേവി സമ്മതിക്കില്ല, ഞാനൊരു കാര്യം വെറുത്ത് കഴിഞ്ഞാൽ അത് വെറുത്തതാണ്, ഇനി ഞാൻ നിന്നെ ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് ഞാൻ വിളിക്കില്ല. മാത്രമല്ല ഞാനും നീയും ഈ റൂമിൽ രണ്ട് ആൾക്കാരാണ്, നിന്നെ എനിക്ക് സ്നേഹമില്ല ഒന്നുമില്ല എന്നൊക്കെ പറയാട്ടോ. ശേഷം ആനന്ദ് അവിടുന്ന് ബെഡ്ഷീറ്റും തലയണയൊക്കെ എടുത്തോണ്ട് പോകാൻ പോകുമ്പോ ദേവി പറയണ്ടല്ല ആനന്ദേട്ട, ഈ ബെഡ്ഷീറ്റും തലയണയൊക്കെ എടുത്തിട്ട് ആനന്ദേട്ടൻ എവിടെയാ പോണത്, നിന്റെ കൂടെ ഈ റൂമിൽ കഴിയാനിട്ടെ ഈ ആനന്ദിനെ പറ്റില്ല, നിന്നെ കാണുന്ന തന്നെ എനിക്ക് വെറുപ്പാണ്, ഈ റൂമിൽ പിന്നെ ഞാൻ ഇങ്ങനെ കഴിയും, രാത്രി സമാധാനത്തോടെ ഞാൻ എങ്ങനെ ഉറങ്ങും, അതുകൊണ്ടേ ഞാൻ ഈ റൂമിൽ നിന്ന് പോകുവാണ്, അപ്പുറത്ത് ബാൽക്കണിയിലോ മുകളിലോ എവിടെയെങ്കിലും പോയി കിടക്കാൻ വേണ്ടി പോവാണെന്ന് പറയുമ്പോ ആനന്ദിനെ ഇപ്പൊ ഇങ്ങനെ പോയിക്കില്ല, വീട്ടിലെല്ലാവർക്കും സംശയവും, എല്ലാവരും എന്നെ സംശയിക്കുള്ളൂ, ആനന്ദേട്ട പോവല്ല ആനന്ദേട്ട എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കാല് പിടിക്കാണ്. ആനന്ദിന് തലക്ക് പ്രാന്ത് പിടിക്കട്ടോ. ശരി എന്നാൽ
ഞാനെന്നാ ഈ റൂമിൽ തന്നെ കിടന്നോളാം, പക്ഷെ നീ കട്ടിലെ മോളിൽ കിടന്നോ, ഞാൻ തറയിൽ കിടന്നോളാം. ആനന്ദേട്ടാ നീ ഒന്നും പറയണ്ട, ഞാൻ പറയല്ലോ ആവശ്യത്തിന് മാത്രം നീ എന്നോട് ഇനി സംസാരിച്ചാൽ മതി. ദേവി എങ്ങനെയാ ദേവി നിന്റെ വീട്ടുകാരി ഇത്ര മാത്രം കള്ളം പറയണത്? ഒരു കല്യാണം നടത്താൻ അല്ലറ ചില്ലറ നോണയൊക്കെ പറഞ്ഞ ആൾക്കാരെയൊക്കെ എനിക്കറിയാം, പക്ഷെ ഇത് നീ നോണ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയാ ഇങ്ങനെയൊക്കെ ജീവിക്കണത്? സത്യം പറഞ്ഞിട്ട് നീ ഇപ്പൊ ഒന്നുമില്ലാത്ത വീട്ടിലാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറില്ലായിരുന്നു, കാരണം ഞാൻ നിന്നെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നീ എന്നെ ചതിക്കായിരുന്നു. കാരണം നിനക്ക് എന്താണെന്നറിയാവോ, ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് ആ ഉണ്ടായിരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം ഇപ്പൊ ഇല്ല. എനിക്കിപ്പൊ നിന്നെ കാണുമ്പോ വെറുപ്പ് മാത്രമേ ഉള്ളൂ ദേവി. ഇനി ഒരിക്കലും ഞാൻ നിന്നെ എന്റെ ഭാര്യയായിട്ട് കാണില്ല. നമ്മൾ തമ്മിലുള്ള ജീവിതവും എല്ലാം ഇവിടെ അവസാനിച്ചു. ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി എന്ന് ആനന്ദ് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും ദേവിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. ദേവി അങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ ആനന്ദ് പറഞ്ഞു, നീ കരഞ്ഞാ പോലും എനിക്ക് വിഷമോ സങ്കടമോ ഒന്നും വരില്ല, കാരണം അത്രമാത്രം വെറുപ്പാ എനിക്ക് നിന്നെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ആനന്ദ് ആ കട്ടിലിൽ നിന്ന് ബെഡ്ഷീറ്റ് തലണൊക്കെ എടുത്ത് നിലത്ത് വിരിച്ചിട്ട് അവിടെ കിടന്നുറങ്ങും കേട്ടോ. അത് കാണുമ്പോഴേക്കും ദേവിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ദേവി അവിടെ ഇരുന്നിട്ട് അങ്ങനെ പൊട്ടിക്കരയാണ്. ശേഷം അമ്മേനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീകരനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണ്ട. അമ്മ ഈ വീട്ടിൽ എനിക്ക് മതിയായി, അമ്മ ഞാൻ അങ്ങോട്ട് വരട്ടെ, എന്നെ ആനന്ദേട്ടൻ വെറുത്തു തുടങ്ങി, ഞാൻ എന്തിനാ ഇവിടെ ജീവിക്കണത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രീകര പണ്ട് മോളെ നീ അവിടെ തന്നെ നിൽക്ക്, എങ്ങനെയെങ്കിലും അവിടെ തന്നെ നിൽക്കുന്ന ഇങ്ങനെ പറയാണ്. പക്ഷെ ദേവി പറഞ്ഞില്ല, അമ്മ എനിക്ക് ഇവിടെ ഇനി നിൽക്കാൻ പറ്റില്ല, എന്തിനാ ഞാൻ ഇവിടെ നിൽക്കുന്നത്, ആകെ പ്രശ്നങ്ങളും കാര്യങ്ങളും, ആനന്ദേട്ടനെ ഒരിക്കലും എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കില്ലെന്നാണ് പറഞ്ഞത്, എന്തിനാ അമ്മ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കണത് എന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ ശ്രീകല പറഞ്ഞു, മോളെ അവിടെ നിൽക്കുമോളെ അവിടെ നിൽക്കുന്ന വീണ്ടും ദേവിയുടെ കാലിങ്ങനെ പിടിക്കുക. അങ്ങനെ എല്ലാം കൊണ്ട് ദേവിക്ക് പൊറുതിമുട്ടിയ ഭാഗങ്ങൾ നമ്മൾ തമിഴിൽ ഇനി കാണാൻ പോണത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ തമിഴിൽ അറിയാൻ പറ്റുന്ന പ്രൊമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആനന്ദും ബാലനും തമ്മിൽ വഴക്കാവൂന്നാണ് അറിയാൻ കഴിയുന്നത്. ബാലൻ ദേവിനെ ഇങ്ങനെ ആനന്ദ് അകറ്റേണ്ടത് എന്താന്നൊക്കെ ആനന്ദിനോട് ചോദിക്കുമ്പോ ആനന്ദ് പറയണ്ട, എനിക്ക് അവളെ ഇഷ്ടമല്ല, എനിക്ക് അവളായിട്ടുള്ള ബന്ധം വേർപെടുത്തിയാൽ മതി എന്നാന്ന് പറയുമ്പോ ബാലൻ ചോദിക്കണ്ടേ, എന്തുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ദേവോൾ അതിന് എന്ത് തെറ്റാ ചെയ്തെന്ന് ചോദിക്കുമ്പോ ആനന്ദ് കാര്യമൊന്നും പറയുന്നില്ല, പക്ഷെ എനിക്കിനി അവളെ വേണ്ട എന്ന് പറയുന്നുണ്ട്. അതിന്റെ പേരിൽ നമ്മുടെ ബാലനും അതുപോലെ തന്നെ ആനന്ദ് തമ്മിൽ ഭയങ്കര ബഹളാവാട്ടോ. അത് മാത്രല്ല ആനന്ദ് പറയുന്നുണ്ട്, സത്യം പറഞ്ഞ അച്ഛൻ കാരണമാണ് എന്റെ ജീവിതം നശിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ആര്യനും അതുപോലെ തന്നെ ആകാശത്തിന് നല്ല ജീവിതം കിട്ടി, അവര് സ്നേഹിച്ച പെണ്ണിനെ കേട്ടുകൊണ്ട്. ഞാനൊരുത്തിനും സ്നേഹിച്ചാണല്ലോ, അച്ഛൻ കാണാൻ അവൾക്ക് ബന്ധുക്കളില്ല സ്വന്തക്കാരെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കാണുമല്ലോ എന്നെ അവളിൽ നിന്ന് അകറ്റിയത്. ഇപ്പൊ നോക്കിക്കേ, എനിക്കിപ്പോ ഒന്നുമില്ലാതെയായി, അച്ഛൻ കാണുന്ന എല്ലാത്തിനും കാണണം, നിങ്ങളാണ് എന്റെ ജീവിതം തകർത്തെന്ന് പറഞ്ഞ ആനന്ദ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ. എന്താ നമുക്ക് നല്ലൊരു ഭാഗം തന്നെ ഇനി അടുത്തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.